പിന്നെ നേരത്തെ നമ്മൾ അറസ്റ്റ് ചെയ്ത് അവിടുത്തെ ഈ എം സൊല്യൂഷൻസിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന ഷുഹൈബ് അല്ല, ഷുഹൈബ് ഒന്നാം പ്രതിയാണ്. അതിൻ്റെ ഉടമസ്ഥനാണ് പിന്നെ ഫഹദിനെ പറ്റി നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇത് പിന്നെ സോഷ്യലിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ അയാൾ നേരത്തെ പിന്നെ ഈ സ്കൂളിൽ HM ആയിട്ട് പ്രിൻസിപ്പളിലേക്ക് ചാർജിൽ കുറേ കാലം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പാണ് അയാൾ സ്കൂൾ വിടുന്നത്. ജോലി പിന്നെ അത് വിട്ടതിന് ശേഷമാണ് ഇവിടെ ഈ MS സൊല്യൂഷൻസ് ചേരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ റിസർച്ച് ചെയ്ത് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ ഒരു കണക്ഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഇന്നലെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോൾ അയാൾ സമ്മതിക്കുകയും ചെയ്തു. ഇയാളുടെ ഫോൺ അയാൾ പിന്നെ ഫോട്ടോ എടുത്ത് അയച്ചിരിക്കുകയാണ്, വാട്സപ്പ് വഴി അയച്ചിരിക്കുകയാണ്. അയാൾ ഫോൺ അതിന് ശേഷം അയാൾ പിന്നെ ഈ അയച്ചിരിക്കുന്ന മെസ്സേജുകളൊക്കെ ഫോട്ടോസൊക്കെ അയാൾ ഡിലീറ്റ് ചെയ്തായും കാണുന്നുണ്ട്. നേരത്തെ നമ്മൾ ഫഹദിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ ഫോൺ നോക്കിയപ്പോഴും അതുപോലെ തന്നെ അവരുടെ ഫോണുകൾ ഫോർമാറ്റ് ചെയ്തതായി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ തെളിവ് നശിപ്പിക്കാനുള്ള ഭാഗമായിരുന്നു. ആ വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടി വരും. തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം കാരണം അത് കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അവരുടെ ഫോണുകൾ രണ്ടുപേരുടെയും ഫോണുകൾ ഫോർമാറ്റ് ചെയ്തതായിട്ട് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്നത് കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. ഇയാൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ സയൻസിൻ്റെ 4 ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു കൊടുക്കുന്ന അയാൾ പറഞ്ഞിരിക്കുന്നത്. +1 മാത്സ് വരും, അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ അയച്ചു കൊടുത്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ ആദ്യത്തെ സംഭവത്തിന് ശേഷം തന്നെ ഇഷ്യൂ ആയതിനു ശേഷം പിന്നെ വീണ്ടും അത് എയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവർ ആദ്യം പിന്നെ അവർ പുറത്ത് വിട്ടത് പിന്നെ SSLC പ്രഡിക്ഷനിലായിട്ട് പറഞ്ഞിരിക്കുന്നത് SSLC ഇംഗ്ലീഷും +1 മാത്സും ആയിരുന്നു. പിന്നീട് അവർ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം ഇഷ്യൂ വന്നതിന് ശേഷം അവർക്ക് പിന്നെ കൂടുതൽ അവർക്ക് എയർ ചെയ്യാൻ പറ്റിയില്ല. ഇയാൾ കൊടുത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. +1 കാര്യമാണ് പ്രതി ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കസ്റ്റഡിയിൽ പ്രതിയെ വാങ്ങും, കൂടുതൽ ചോദിക്കും. അപ്പം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. അല്ല, അത് ഒരു കോൺസ്പിറസി എന്തായാലും ഉണ്ടല്ലോ. സ്ഥാപനം നടത്തിയിരിക്കുന്ന അതിൻ്റെ 1ാം പ്രതിയാണല്ലോ അയാളാണ് നടത്തിയിരിക്കുന്നത്. അയാളാണ് ഇതിൻ്റെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നത് അയാൾക്കാണ് പ്രത്യേകിച്ചും. അപ്പോൾ അതിൽ ഒരു കോൺസ്പിറസി ഉള്ള കാര്യം നമുക്ക് മനസ്സിലായി. നമ്മൾ ആ സെക്ഷനൊക്കെ നമ്മൾ നേരത്തെ ഇടുകയും ചെയ്തതാണ്. നമ്മളൊരു പിന്നെ പ്രയാസം ഉണ്ടായിരുന്നത് വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് എന്തെങ്കിലും ചേരുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. അതായത് നമ്മളെ ഒരു അതോറിറ്റിയിൽ നിന്ന് എങ്ങനെയാണ് വരുന്നതല്ലേ. അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം വലിയൊരു വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ചേർന്നുള്ളൊരു കൂടാതെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. അവർ അതിൻ്റെ തലേന്നാണല്ലോ തലേന്നാണെന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഇപ്പം ചോദിച്ചാൽ പറഞ്ഞിരിക്കുന്നത് തലേന്നാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, ഈ നമ്മൾ ഫഹദിനെ പറ്റി അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഫഹദ് ഈ റീസെൻ്റ്ലിയാണ് ഈ സ്ഥാപനത്തിൽ ചേർന്നിരിക്കുന്നത്. അതെ, കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയായിട്ടാണ് നമ്മൾ കാര്യമായിട്ട് നമ്മളെ ഫോക്കസ് കാരണം അതിലാണ് നമുക്ക് കൂടുതൽ വ്യക്തമായ തെളിവുകൾ. ഇംഗ്ലീഷിൽ SSLC ഇംഗ്ലീഷ്, അതുപോലെ തന്നെ +1 മാത്സിലാണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുണ്ട് നമുക്ക് ബോധ്യമായ കാര്യങ്ങൾ ഈ 2 അതിൽ തൽക്കാലം പ്രതി പിന്നെ നിഷേധിക്കുക ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ നമുക്ക് കൂടുതൽ അന്വേഷണം നടത്തണം. അല്ല, പ്രതിഫലം കൈപ്പറ്റിയ കാര്യത്തെക്കുറിച്ചുള്ള കാര്യം ഇയാൾ ഈ പ്രതി നമ്മളിപ്പോൾ അറസ്റ്റായിരിക്കുന്ന അവസാനം 4ാം പ്രതി ഇപ്പോൾ അത്തരം കാര്യങ്ങളിൽ അയാൾ തുറന്ന് സമ്മതിച്ചിട്ടില്ല. കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ കസ്റ്റഡി വാങ്ങി കൂടുതൽ ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമല്ല വേറെ വിധത്തിൽ നമുക്ക് അന്വേഷിക്കാൻ പറ്റുമല്ലോ. നമ്മൾ ബാങ്ക് അവരുടെ കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളൊക്കെ ടെക്നിക്കലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതിന് വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും.